പ്രകോപന പ്രസംഗവുമായി ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രൻ. കൊലയ്ക്ക് പകരം കൊല നടത്തിയിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ. അടിക്ക് തിരിച്ചടിയും നൽകിയിട്ടുണ്ട്. സുരേന്ദ്രന്റെ പ്രകോപന പ്രസംഗം മംഗലാപുരത്താണ്. 2% വോട്ട് കിട്ടിയ സമയത്തും തിരിച്ചടിയും കൊലയും ചെയ്തിട്ടുണ്ട്. CPM-കാരെ വെറുതെ വിടില്ല, ഇന്ത്യയിൽ എവിടെ പോയാലും തടയാൻ ബി.ജെ.പി. ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വിശദാംശങ്ങളുമായി മാധ്യമപ്രവർത്തകൻ അനീഷ് ബാലൻ ചേരുന്നു. അനീഷ്, ഏറെ പ്രകോപനമായ രീതിയിൽ വെല്ലുവിളിയുടെ സ്വരത്തിൽ, സമാധാന അന്തരീക്ഷമൊക്കെ തന്നെ തകർക്കുന്ന സ്വരത്തിൽ തന്നെയായിരുന്നുവോ കെ സുരേന്ദ്രന്റെ പ്രസ്താവന? സതീഷ്, തീർച്ചയായിട്ടും ഇന്ന് സംഘപരിവാർ മംഗലാപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മങ്കൂരിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ വെള്ളിയാഴ്ച സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലായിരുന്നു സുരേന്ദ്രന്റെ വിവാദപരമായിട്ടുള്ള പരാമർശം. കേരളത്തിൽ ബി.ജെ.പിയും RSSും നടത്തിയ കൊലപാതകങ്ങൾ പൊതുവേദിയിൽ വിളിച്ചു പറയുകയായിരുന്നു കെ സുരേന്ദ്രൻ. തങ്ങൾക്ക് വെറും 2% വോട്ട് കിട്ടിയ സമയത്ത് ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്, ഓരോ കൊലയ്ക്കും ഞങ്ങൾ തിരിച്ചു കൊന്നിട്ടുണ്ട് എന്നാണ് സുരേന്ദ്രൻ പ്രസംഗിച്ചത്. ഇപ്പോൾ അതായത് പരസ്യമായി കൊലവിളിക്ക് ആഹ്വാനം ചെയ്യുകയാണോ? കാരണം നാളെ മംഗലൂരിൽ നടക്കുന്ന പരിപാടിയിൽ പിണറായി വിജയൻ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു അരക്ഷിതാവസ്ഥ, ഒരു സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടിയുള്ള ഒരു പ്രസംഗമായി ഇതിനെ കാണണമോ? എത്രത്തോളം ആളുകളുടെയൊക്കെ തന്നെ പങ്കാളിത്തത്തിൽ നടന്ന പരിപാടിയിലാണ് സുരേന്ദ്രൻ ഇത്തരത്തിൽ കൊലവിളി നടത്തിയത്? തീർച്ചയായിട്ടും ഒരു ആക്രമണത്തിനുള്ള ഒരു ആഹ്വാനം എന്ന നിലയ്ക്ക് തന്നെ ഇത് കാണേണ്ടി വരും. കാരണം 2000-ലധികം സംഘപരിവാർ പ്രവർത്തകർ തടിച്ചുകൂടിയ ഈ ഒരു സമ്മേളനത്തിലാണ് സുരേന്ദ്രൻ നിറഞ്ഞ കൈയോടുകൂടിയാണ് സുരേന്ദ്രന്റെ ഈ പ്രസംഗത്തെ സംഘപരിവാറുകാർ വരവേറ്റത്. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ 16% വോട്ട് ബി.ജെ.പിക്ക് ഉണ്ടെന്നും ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും സുരേന്ദ്രൻ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. പ്രജീഷ്, അനീഷ്, ഇതൊരു വെറുമൊരു പ്രസ്താവനയായിട്ട് മാത്രം കാണേണ്ട ഒരു സാഹചര്യമാണോ? കാരണം നേരത്തെയും ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ബി.ജെ.പി. പ്രവർത്തകരുടെ ഒക്കെ തന്നെ ഭാഗത്തുനിന്ന്. ഇന്നലെ അടക്കം, ഏറ്റവും ഒടുവിൽ കേരളത്തിലടക്കം. ഇതിപ്പോൾ നടക്കുന്നത് മംഗളൂരുവിലാണ്. അവിടുത്തെ ഒരു സ്ഥിതി നമുക്കറിയാം. അവിടെ ഉണ്ടാകുന്ന ഒരു പക്ഷേ ചെറിയൊരു സ്പാർക്ക് പോലും നാളെ ഒരു പക്ഷേ സമാധാന അന്തരീക്ഷത്തെയൊക്കെ തന്നെ തകർത്തേക്കാം. പോലീസ് പോലും ജാഗ്രതയോടുകൂടി, ജില്ലാ ഭരണകൂടം ഒക്കെ തന്നെ കനത്ത ജാഗ്രത പുലർത്തുമ്പോൾ പരസ്യമായ രീതിയിലുള്ള ഒരു കൊലവിളി, ആ രീതിയിലേക്ക് പ്രവർത്തകരെ കൂടുതൽ ഉത്സുകമായ നിലയിലേക്ക് എത്തിക്കും. ഇത് തന്നെ ആയിരിക്കുമോ സുരേന്ദ്രനെ പോലെയുള്ളവർ അവിടെ ചെന്ന് ഇത്തരമൊരു പ്രസ്താവന നടത്താൻ, അല്ലെങ്കിൽ വൈകാരികമായ തലത്തിലേക്ക് ഇത്തരമൊരു നീക്കങ്ങൾ അത് പ്രസംഗത്തിലൂടെ നടത്താൻ ഇട നൽകുന്നത്? തീർച്ചയായിട്ടും പ്രജീഷ് പറഞ്ഞ പോലെ മംഗലാപുരത്തിന്റെ ഒരു പൂർവ്വകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സംഘപരിവാറുകൾ പ്രവർത്തകർ നടത്തിയ ഒരുപാട് അക്രമങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. പബ് അറ്റാക്ക് പോലുള്ള ഒരുപാട് ശ്രീരാമസേന, ഹനുമാൻ സേന തുടങ്ങിയ സേനകൾ ഇവിടെ നടത്തിയിട്ടുള്ള ഒരുപാട് അക്രമങ്ങൾ, അത് നേതാക്കളുടെ ഒരു സപ്പോർട്ടോട് കൂടി വരുന്ന സമയത്ത് അതിന്റെ ഒരു വ്യാപ്തി ഏതൊരു നിലയിലേക്ക് പോകുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പൊ നാളെ പിണറായി വരുന്ന സമയത്ത് ഇവിടെ ഹർത്താൽ, ഒരു ബന്ദിന് തന്നെ ആഹ്വാനം നൽകിയിരിക്കുകയാണ് സംഘപരിവാറുകാർ. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു ആഹ്വാനം, ഒരു ആക്രമണത്തിനുള്ള ആഹ്വാനമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. പ്രജീഷ്, തീർച്ചയായും വളരെ പ്രകോപനപരമായ പ്രസംഗവുമായിട്ട് വളരെ നന്ദി ശ്രീ അനീഷ് ബാലൻ പ്രതികരിച്ച് ഈ വിഷയം, ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയതിന്. കെ സുരേന്ദ്രനെ ബന്ധപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് അറിയിച്ചത്. ഏറെ പ്രകോപനമായ കൊലവിളിക്ക് സമാനമായ രീതിയിലാണ് മംഗലാപുരത്ത് കെ സുരേന്ദ്രൻ, ബി.ജെ.പി. നേതാവ്, പ്രസംഗത്തിലൂടെ പ്രസ്താവന നടത്തിയത്.